ഇത് നമ്മളിങ്ങനെ എഴുതുന്നത് മാത്രമല്ല, ഇതിനെല്ലാം നമ്മുടെ ഈ തെളിവുണ്ട്. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ വീഡിയോസ് ഉണ്ട്. ഇവൻ ഈ വിളിക്കുന്ന തെറി വിളി, ഇവൻ ഈ പറയുന്നതെല്ലാം ഈ ആണുങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്, പിന്നെ ഇവൻ്റെ പ്രൈവറ്റ് പാർട്സൊക്കെ തുണി പൊക്കി പിടിച്ച് കാണിക്കുന്നത്, ഇവനിങ്ങനെ വിളിക്കുന്നത് നമ്മളെ മായും പൂയും ഒക്കെ കൂട്ടി വിളിക്കുന്നത്, പിന്നെ ഇവൻ എന്താടി ആണുങ്ങൾക്ക് അതില്യോടി, നല്ല ഇതുള്ള ആണുങ്ങളെ പിടിക്കടി, ഇത് പറയുന്നതെല്ലാം ഉണ്ട്. ഇവൻ നമ്മളെ മായും പൂയും കൂട്ടി നിരന്തരം ചീത്ത വിളിക്കുന്നത്, ഈ ലേസർ അടിക്കുന്ന കാര്യം പറയുന്ന എല്ലാം നമ്മുടെ ഇരിപ്പുണ്ട്. ഇവൻ്റെ സകല സംഗതികൾ. പിന്നെ വ്യഭിചാരി എന്ന് വിളിക്കുന്നത്, പിന്നെ ഈ സദാനന്ദ മന്ത്രി സോമരാജൻ വട്ടേ എന്നെല്ലാം വിളിക്കുന്നത്, നിൻ്റെ കൈയും കാലും തല്ലിയൊടിക്കൊടി എന്ന് പറയുന്നത് സോമരാജൻ. അങ്ങനെ പല എല്ലാ സംഗതികളും നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? ഇവളൊക്കെ ആരാ നമ്മളെ ഇതൊക്കെ പറയാൻ? നമ്മുടെ സ്വത്തും വസ്തുവൊക്കെ തട്ടിയെടുക്കാൻ ഇവളുമാരൊക്കെ ആരാ? ഇവളൊക്കെ ആരാ നമ്മുടെ സ്വത്തും? എൻ്റെ അച്ഛൻ ഇതാ എൻ്റെ അച്ഛൻ, സഹദേവനാണ്. ഇത് സഹദേവ പണിക്കരുടെ ഇത്, അല്ലാതെ കണ്ടവൻ്റെ ഒന്നുമില്ല. ഈ വീടും സ്ഥലവും പഴയ വീടാണ്, അല്ലാതെ പുതിയതൊന്നുമല്ല. നമ്മൾ പുതിയടുത്തൊന്നും നമുക്ക് ആരുമായിട്ടും ഒരു ബന്ധമില്ല. ഒരു പുതിയ തൊട്ട് നമുക്ക് വേണ്ടതാണ്. നമുക്ക് ഈ പഴയ വീട് മതി, അല്ലാതെ കണ്ടെടുത്തൊന്നും നമ്മൾ പോകുന്നില്ല. മനസ്സിലായില്ലയോ? നമുക്കിവിടെ ഓലകെട്ടിയമ്പലം ഭരണിക്കാവ് വില്ലേജ് വാർഡ് 1, എൻ്റെ ഈ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 89. അല്ലാതെ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. സഹദേവ മന്ദിരം എൻ്റെ കൊച്ചിലെ 1ാം ക്ലാസ്സിൽ വന്നപ്പോൾ മുതലുള്ള അഡ്രസ്സാണ് ഇത്. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഈ അഡ്രസ്സിലാണ്. ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ല വേറെ അഡ്രസ്സ്. എൻ്റെ റേഷൻ കാർഡ്, എൻ്റെ പിന്നെ ആധാർ കാർഡ് എല്ലാം ഈ അഡ്രസ്സാണ്. എനിക്ക് വേറെ അഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഇതാണെല്ലാം. പിന്നെ എല്ലാം ഇത് ഇവിടെയാണ്. തെളിവുമുണ്ട് നമ്മുടെ കയ്യിൽ. ഇന്നത്തെയും നമുക്ക് തെളിവ് കിട്ടിയല്ലോ. ഡിവോഴ്സിൻ്റെ ഡിഗ്രി വന്നത് എല്ലാം നമ്മുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സാണ്. സഹദേവ മന്ദിരം, ഓലട്ടിയമ്പലം വ്യൂ, മാവേലിക്കര 690510. ഇതാണ് എൻ്റെ അഡ്രസ്സ്. ഇവന്മാരിങ്ങനെ പല രീതിയിൽ നമ്മുടെ വസ്തുക്കളും വകകളും പിടിച്ചെടുക്കാൻ നോക്കുക. കുറഞ്ഞ വിലയ്ക്ക് വിറ്റു എന്ന് വരുത്താൻ ശ്രമിക്കുക. നമ്മുടെ തലയിലോട്ട് ലേസർ അടിക്കുക, നമ്മുടെ മുടി ഒഴിക്കാൻ നോക്കുക, നമ്മുടെ കണ്ണിൻ്റെ സൈഡിലോട്ട് അടിക്കുക, ലേസർ അടിച്ച് നമ്മുടെ അവിടുത്തെ ഫാറ്റ് കുറയ്ക്കുക, നമ്മുടെ ചീക്കിലോട്ട് അടിക്കുക, അവിടുത്തെ ഫാറ്റ് കുറയ്ക്കുക, മൂക്കയിലോട്ട് അടിക്കുക, മുഖം മുഴുവൻ അടിക്കുക. പിന്നെ കൂടുതലായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ്. പിന്നെ നമ്മുടെ ചുണ്ടയിലോട്ട് അടിക്കുക, കറപ്പിക്കുക, പിന്നെ സിഗരറ്റ് വലിക്കുമെന്ന് വരുത്തുക, പിന്നെ അങ്ങനെ പല രീതിയിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വരുത്താൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും നമ്മളെ ഇതാക്കണം. പിന്നെ വട്ടേന്ന് വിളിക്കുക, പോയി കിടക്കടി, ആശുപത്രിയിൽ പോയി കിടക്കടി എന്ന് പറയുക. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവന്മാർക്ക് ഇൻഷുറൻസ് അടിക്കാനായിട്ട് പല രീതിയിൽ ഇവന്മാരങ്ങ് നോക്കുക. മനസ്സിലായില്ലേ? പല രീതിയിൽ. പിന്നെ സ്കോളിയോസിസ്, കൈഫോസിസ്, നമ്മുടെ പല്ല് ഓൾറെഡി കമ്പി ഇട്ടതാണ്, പൊങ്ങാൻ യാതൊരു വഴിയില്ല. നമ്മൾ റീറ്റെയിനേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ പല്ല് പൊങ്ങാനായിട്ട് നമ്മുടെ ഹിറ്റ് ചെയ്യിപ്പിക്കുക, നമ്മുടെ തൈറോയിഡിൽ ഹിറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ പല രീതികളും പല രോഗങ്ങളുമാണ് ഇവന് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന്. പിന്നെ നമ്മുടെ ക്യാമറ, ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്യാമറ ഓഫാക്കാൻ ശ്രമിക്കുക, നമ്മുടെ പവർ ഓഫാക്കാൻ ശ്രമിക്കുക, അല്ല ക്യാമറ ഓഫാക്കുക, പവർ ഓഫാക്കുക, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുക, മോട്ടർ കൺട്രോൾ ചെയ്യുക, മോട്ടർ വരിക പോവുക, മോട്ടർ ഓണാക്കുക ഓഫാക്കുക, നിരന്തരം ഓണാക്കുക ഓഫാക്കുക, നമ്മുടെ പവർ ഓഫാക്കുക ഓണാക്കുക നിരന്തരം. പിന്നെ അങ്ങനെ പലതും എല്ലാത്തിനും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് തെളിവ്. ഒരു ദിവസം എത്ര പ്രാവശ്യം പോകുന്നു, എന്തെല്ലാമാണെന്നും എല്ലാം നമ്മൾ തെളിവുണ്ട്. പിന്നെ ലൊക്കേഷൻസ് മാറ്റുക, നമ്മുടെ ലാപ്പിനകത്തേക്ക് ലൊക്കേഷൻ മാറ്റുക, നിരന്തരം ലൊക്കേഷൻ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ വേറെ എവിടെയൊക്കെയാണെന്ന് വരുത്താൻ ശ്രമിക്കുക. എൻ്റെ പാർട്ട്ണർ വേറെ ആളാണെന്ന് പറയുക. ഞാനും എൻ്റെ മുക്കും കൂടെയാണ് പാർട്ട്ണറെങ്കിലും എൻ്റെ മുക്കും എന്ന് പറയുന്നത് രാജസ്ഥാനി ജുൻജുനാണ്. എൻ്റെ ഇവിടുത്തെ പാർട്ട്ണർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വേറൊരു പാർട്ട്നേഴ്സും ഇല്ല. എനിക്ക് ആകെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ മുക്കുമാണ്, മുകേഷ് കുമാർ. പിന്നെ ഇവിടെ എനിക്ക് ആരൊക്കെയോ പാർട്ട്ണർ ഉണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഇവിടുത്തെ പാർട്ട്ണറായിട്ട് ഒരു കഷണ്ടിയാൻ വന്നങ്ങ് അഭിനയിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പല കാര്യങ്ങൾ ഇങ്ങനെല്ലാം ഭയങ്കര കള്ളത്തരങ്ങൾ നടക്കുക നമ്മുടെ പേരിൽ. ആൾമാറാട്ടം നടത്തുക, വൃന്ദയെന്ന് പറയുന്നവൾ വന്ന് ആൾമാറാട്ടം നടത്തുക. പിന്നെ നമ്മുടെ വൈഫൈ വീക്കാക്കുക, നമ്മുടെ നോ സിം ഇൻസേർട്ടഡ് എന്ന് കാണിക്കുക, കണ്ടീഷണൽ ഫോർവേഡിങ് എന്ന് കാണിക്കുക. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ചിലപ്പോഴാണ് ഇതെല്ലാം കാണിക്കുന്നത്. പിന്നെ നോ വീക്ക് സിഗ്നൽ എന്ന് കാണിക്കുക. പിന്നെ നമ്മുടെ 2 GB ഉള്ള നമ്മുടെ 2 GB ആണ് നമ്മുടെ ഇത്, അതെല്ലാം ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുക, എപ്പോഴും ബ്ലോക്ക് ആക്കുക, എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യിക്കാതിരിക്കുക, നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും കൺട്രോൾ ചെയ്യുക. അങ്ങനെ പലതും നമ്മുടെ ഈ ജിമെയിലിനകത്ത് ഫുള്ള് ഇതാണല്ലോ, എന്തുവാ
ഈ സ്പേസ് ഇല്ലെന്ന് കാണിക്കുക, പൈസ കൊടുക്കാൻ പറയുക, അങ്ങനെ പല പല കാര്യങ്ങളാണ്. നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യുക ഇവന്മാരായിട്ട്. നമ്മുടെ 2 GB പെർ ഡേ ആണ്, അതൊന്നും നമുക്ക് ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ ഈ വൈഫൈ വീക്കാക്കുക. നമ്മുടെ വൈഫൈ ഫോണ് നമ്മുടെ റിട്രീവ്, നമ്മുടെ ഇത് ക്യാമറയിൽ നിന്നുള്ള ഫൂട്ടേജസ് എടുക്കാൻ നോക്കുമ്പോൾ അത് റിട്രീവ് ആവാതിരിക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ ഈ ക്രിമിനൽസ് ചെയ്യുന്നത്, പല പല കാര്യങ്ങൾ.